വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഫരിസയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിനു മുൻപ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം! എന്തെന്നാൽ നിങ്ങൾ അരുതയുള്ള തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. ബാഹ്യമായ ക്ഷാളനത്തിലൂടെ എന്നതിനേക്കാൾ ആന്തരികമായ വിശുദ്ധിയിലൂടെയാണ് ഒരുവൻ ശുദ്ധീകരിക്കപ്പെടേണ്ടത്. യഹൂദന്മാരുടെ ഇടയിൽ പാരമ്പര്യത്തിനും പതിവിനും വെറും യാന്ത്രികമായ അനുഷ്ഠാന വിധികൾക്കും പരമപ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗക്കാരാണല്ലോ പരിസയർ. അവരിൽപ്പെട്ട ഒരു ധനാഢ്യൻ ഒരിക്കൽ യേശുവിനെ സമീപിച്ച് തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിൽ യേശുവിനെ വിയോജിപ്പുണ്ട് എന്ന് വരികിലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനും വേണ്ടി കൂടിയാകാം ഔദാര്യത്തോടു കൂടി യേശു അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വിരുന്നിൽ സംബന്ധിക്കാൻ വേണ്ടി പോകുന്നു. വിരുന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് നിർവഹിക്കേണ്ടിയിരുന്ന ചില അനുഷ്ഠാന വിധികള് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നടത്താനുണ്ടായിരുന്നു. വെറും യാന്ത്രികമായ ഈ ക്ഷാളന പ്രക്രിയകളിൽ യേശു ശ്രദ്ധിക്കാതെ വിരുന്ന് സൽക്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു സംഭവം ആതിഥേയനായിട്ടുള്ള പരിസയന് വലിയൊരു ഇടർച്ചയ്ക്ക് കാരണമാകാൻ ഇടവന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. യേശു വളരെ ഗൗരവപൂർണമായിട്ടുള്ള ചില തെറ്റുകൾ ചെയ്തു എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുന്നു. കൈ കഴുകിയില്ല. വിരുന്നിന് മുമ്പ് നടത്തേണ്ടിയിരുന്ന ചില ക്ഷാളന പ്രക്രിയകൾ യഥാവിധി യേശു നിർവഹിച്ചില്ല. യേശു ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ചിന്താരീതി അർത്ഥശൂന്യമാണ് എന്നും എന്നാൽ യഥാർത്ഥത്തിലെ അനുവർത്തിക്കേണ്ട ചിന്താരീതി എന്താണെന്നും അവിടെ കൂടിയിരുന്നവരെ ധരിപ്പിക്കാനും വേണ്ടി ആ അവസരം വിനിയോഗിക്കുകയാണ്. യേശു പറയുന്നു, കൈ കഴുകിയതുകൊണ്ടോ കാലുകൾ കഴുകിയതുകൊണ്ടോ ഒരു മനുഷ്യൻ ശുദ്ധനാകുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധിയുള്ള മനുഷ്യൻ അവനായി തീരണമെന്ന് വരികിൽ അവന്റെ മനസ്സ് ശുദ്ധമാകണം. ആന്തരികമായിട്ടുള്ള മനോഭാവങ്ങള് അവനെ വിശുദ്ധി പുലർത്താൻ സാധിച്ചെങ്കിലേ അവനെ ആത്യന്തികമായിട്ട് വിശുദ്ധി നിലനിർത്താനാകൂ. എന്നാൽ നിങ്ങൾ ആന്തരികമായിട്ടുള്ള വിശുദ്ധിയെ സംബന്ധിച്ച് ഒട്ടും ശ്രദ്ധിക്കാതെ ബാഹ്യമായിട്ടുള്ള ചില ക്ഷാളന പ്രക്രിയയിൽ മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥശൂന്യമായിട്ടുള്ള നിലപാടാണ് എന്ന് യേശു വ്യക്തമാക്കുകയാണ്. ഒരു മനുഷ്യന്റെ ആന്തരിക മനോഭാവങ്ങള് വിശുദ്ധമാണ് എന്ന് വരികിൽ അയാൾക്ക് ആവശ്യത്തിലിരിക്കുന്ന സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സാധിക്കുന്ന അത്ര കാര്യങ്ങള് ചെയ്യാൻ ഉള്ള സന്നദ്ധത, ആ സന്നദ്ധതയിലൂടെയാണ് ആ വിശുദ്ധി തെളിയിക്കേണ്ടത് എന്ന് യേശു വ്യക്തമാക്കുകയാണ്. അല്ലാതെ പാത്രങ്ങളുടെ ക്ഷാളനോ കൈകളിലൂടെ കഴുകലോ ഒന്നും ഒരു മനുഷ്യനെ ശുദ്ധിയുള്ളവനാക്കാൻ പോരുന്നതല്ല എന്നുള്ളതാണ് യേശുവിന്റെ നിഗമനം. യേശു തുടർന്ന് പറയുന്നു, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വാർത്ഥ ചിന്ത, നിക്ഷിപ്ത താല്പര്യങ്ങള് സംരക്ഷിക്കാൻ വേണ്ടി നിലവിലുള്ള ചില നിയമങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാനം ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനാൽ തന്നെ
ദൈവത്തിന്റെ ചില സനാതന നിയമങ്ങൾ നിങ്ങൾ ലംഘിക്കപ്പെടാൻ ഇടവരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പ്രശ്നമല്ല, അല്ലേ? യേശു അവരെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെതായിട്ടുള്ള സനാതന നിയമങ്ങൾ നിങ്ങൾ പാലിക്കുകയും അത് ഒരിക്കലും തെറ്റിക്കാൻ ഇടവരാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിയമസംഹിത നടപ്പിലാക്കുകയും ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് വലിയ എതിർപ്പുണ്ടാകുമായിരുന്നില്ല. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ പാലിക്കേണ്ടിയിരുന്ന നീതിയുടെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റേതും സ്നേഹത്തിന്റേതുമായിട്ടുള്ള നിയമങ്ങൾ നിങ്ങൾ ലംഘിക്കുകയും ഈ തരം അർത്ഥശൂന്യമായ അനുഷ്ഠാന പ്രക്രിയകൾക്ക് പരമപ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത് ഭക്തിയല്ല, അത് കാപട്യമാണ്, അത് കപടഭക്തിയാണ് എന്ന രീതിയിൽ ശക്തമായ സന്ദേശമാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നൽകുന്നതായിട്ട് നാം കാണുക.